ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ നമ്മുടെ ഹരീഷിന് വല്ലാത്ത വിഷമമുണ്ട്. ഇങ്ങനെ സുധീഷ് ഡൈവേഴ്സിന് പോയത് അവൻ പറയുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും നാട്ടുകാർ പറഞ്ഞതൊക്കെ സത്യമായില്ലേ, അപ്പോൾ ഇത് സ്ത്രീകൾ വാഴാത്ത വീടായില്ലേ, നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത്, നിങ്ങളുടെ ഇഷ്ടത്തിന് കല്യാണം കഴിച്ച് കൊണ്ടുവന്നതല്ലേ എന്നൊക്കെ പറയേണ്ട. ആ സമയത്ത് നമ്മുടെ സുഭാഷ് ആണെങ്കിൽ മിണ്ടാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഹരീഷ് നേരെ സുഭാഷിനോട് ചോദിക്കുന്നുണ്ട്, ഏട്ടന് എല്ലാ കാര്യവും അറിയാമല്ലോ, ഏട്ടൻ സത്യം പറ, ഏട്ടൻ എന്തൊക്കെയോ ഇത് ഒളിപ്പിക്കുന്നുണ്ടല്ലോ, എന്താണെന്ന് സത്യം പറയാമെന്നൊക്കെ പറയുന്നുണ്ട്. സുഭാഷ് ഏട്ടനാണെങ്കിൽ ഒന്നും പറയാതെ അവിടെ ഇരിക്കുന്നുണ്ട്. എന്തായാലും പിന്നെ ഹരീഷിന് ദേഷ്യം സുധീഷിനോട് പറയുന്നുണ്ട്, നിങ്ങളുടെ കല്യാണത്തിന് ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ, നിങ്ങളൊരു പെണ്ണിനെ കൂട്ടിക്കൊണ്ട് വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും സന്തോഷമായിട്ട് എല്ലാം ഒരുക്കല്ലേ ചെയ്ത്, റിസപ്ഷൻ അടക്കം ഞങ്ങൾ ഒരുക്കി, എന്തെങ്കിലും ഞങ്ങളൊരു വാക്ക് നിങ്ങളോട് എതിർത്ത് പറഞ്ഞോ, ഇപ്പം നിങ്ങളോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നോണ പറയരുതെന്ന്, ഇപ്പം അതുകൊണ്ടല്ലേ ഇപ്പം ഇങ്ങനെ ഡൈവേഴ്സിലേക്ക് എത്തിയെന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാതെ സുധീഷിനെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മുടെ നിധിക്കാണെങ്കിൽ വല്ലാതെ സൈക്കിളിൽ. അപ്പം നിധി പറയുന്നുണ്ട്, സുധീഷല്ല കാരണം, ഡൈവേഴ്സിന് പോയതും ഞാനാണ്, ഡൈവേഴ്സ് വേണ്ടതും എനിക്കാണെന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഹരീഷിനും നികേഷിനും വല്ലാതെ വിഷമമുണ്ട്. ആ സമയത്ത് നമ്മുടെ സുഭാഷ് എല്ലാ സത്യങ്ങളും പറയുന്നുണ്ട്. അങ്ങനെ അവരുടെ കല്യാണം ശരിക്കും കഴിഞ്ഞതല്ല, നിധി ആ കല്യാണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവരുടെ കല്യാണം വെറുതെ ഒരു തമാശ കല്യാണം ആയിരുന്നു, സുധീഷ് ആ സമയത്ത് ആ സാഹചര്യത്തിൽ താലി കെട്ടേണ്ടി വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ ഭാസ്കരനാണെങ്കിൽ പുറത്ത് നിൽക്കുന്നുണ്ട്. ഭാസ്കരൻ വേഗം വന്നിട്ട് അവൻ ആ ചുമരുമേൽ തൂക്കി വെച്ച ഫോട്ടോ ഒക്കെ വേഗം എടുത്ത് മാറ്റുന്നുണ്ട്. എല്ലാവർക്കും ഇതൊക്കെ കാണുമ്പോൾ സങ്കടമാവുന്നുണ്ട്. ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.